ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഗുരോശ്ചരണാംബോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യങ്കാം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 97-ാം ദശകം. ഭക്തിയോഗമാഹാത്മ്യം. ത്രൈഗുണ്യാദ്ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമദ്യോത്തമം യൽ ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാഃ തക്ഷേത്രത്വന്നിഷേവാദിതു യദിഹ പുനഃത്വത്പരം തത്തു സർവം പ്രാഹുർനൈഗുണ്യനിഷ്ഠം തദനുഭജനതോ മംക്ഷു സിദ്ധോ ഭവേയം. തയ്യേവന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം തദ്ഭക്തൈ സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേമുഖാദിഷ്വപി ച സമമതിർമുച്യമാനാവമാന സ്പർദ്ധാസൂയാദിദോഷഃ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വാം. തദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേഹം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യഭൂതേ ജഡിതി വികസതി തന്മയോഹം ചരേയം. തദ്ധർമ്മസ്യാസ്യ താവൽ കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുർ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണഗനിഗദിതദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ബഡനിവഹൈർദ്രാവയാമാസ മൃത്യും. മാർക്കണ്ഡേയശ്ചിരായുഃ സകലു പുനരപി ത്വത്പരഃ പുഷ്പഭദ്രാ തീരെ നിന്നെ തപസ്യന്നതുലസുകരതിഃ ഷർത്തുമന്വന്തരാണി. ദേവേന്ദ്രഃ സപ്തമസ്ത്വം സുരയുവതിമനുർമന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മപ്ലുഷ്യമാണൈർന തു പുനരശഗത്വജ്ജനം നിർജയേത്കാ. പ്രീത്യാ നാരായണാഖ്യസ്ത്വമദനരസഃ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ स तु വിവിധവരൈർലോഭിതോ നാനുമേനേ. द्रष्टुं मायां त्वदीयां किल पुनरवृणोद्भक्तितृप्तान्तरात्मा. माया दुःखानभिघ्नस्तदपि मृगयते नूनमाश्चर्यहेतो. याते त्वय्याशु वादाकुलजद्रगळत्तोयपूर्णातिपूर्ण सप्तार्णो राशिमग्ने जगति सतु जलैः सम्भ्रमन् वर्षकोडी. दीनप्रैक्षिष्टदूरे वडदलशयनं कञ्चिदाश्चर्यबालं त्वामेव श्यामलाङ्गं वदनसरसिज न्यस्तपादाङ्गुलीगम्. दृष्ट्वा त्वां हृष्टरोमा त्वरितमुपगतः स्प्रष्टुकामो मुनीन्द्र. श्वासेनान्तर्निविष्टः पुनरिह सकलं दृष्टपान्विष्टवौगम्. भूयोऽपि श्वासवादैर्बहिरनुपतितो वीक्षितत्वत्कटाक्षैर्मोदादाश्लेष्टुकामास्तु हि पीततनौ स्वाश्रमे प्राग्वदासीत्. गौर्या सार्धं तदग्रे पुरभिदगतत्वत्प्रियप्रेक्षणार्ति सिद्धानेवास्य दत्त्वा स्वयमयमजरा मृत्युतादीन् गतो भूल्. एवं तत्सेवयैव स्मरति पुरपि सम्प्रीयते येन तस्माल् मूर्तित्रयात्मकत्वं ननु सकलनियन्तेति सुव्यक्तमासीत्. त्रंशेऽस्मिन् सत्यलोके विधिहरिपुरभिन्निन्दिरानूर्ध्वमूर्ध्वं तेभ्योऽपूर्तं तु माया विकृतिविरहितो भाति वैकुण्ठलोका. तत्र त्वं कारणाम्भस्यपि पशुपकुले शुद्धसत्त्वैकरूपी सच्चिद्ब्रह्मादयात्मा पवनपुरपते पाहि मां सर्वरोगाल्. सच्चिद्ब्रह्मादयात्मा पवनपुरपते पाहि मां सर्वरोगाल्.
ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 97. ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ ഉപാഖ്യാനവുമാണ് ഈ ദശകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ത്രിഗുണാത്മകമാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. സത്വം, രജസ്, തമസ് ഈ 3 ഗുണങ്ങൾ എല്ലാറ്റിലും ഏറ്റക്കുറച്ചിലോടെ കാണപ്പെടുന്നു. അത് വസ്തുക്കളിൽ മാത്രമല്ല, പ്രവർത്തികളിലും. ജ്ഞാനം, ശ്രദ്ധ, കർത്താവ്, പാർപ്പിടം, നാനാതരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഇവയിലെല്ലാം ഈ ത്രിഗുണങ്ങൾ വ്യത്യസ്ത രീതിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഗുണങ്ങളുടെ ആധിക്യത്താൽ ഇവ ക്രമത്തിൽ ഉത്തമം, മധ്യമം, അധമം എന്ന പേരിൽ അറിയപ്പെടുന്നു. സത്വഗുണം ഉത്തമമായും രജോ ഗുണം മധ്യമമായും തമോ ഗുണം അധമമായും കണക്കാക്കുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വരുന്ന ഒരവസ്ഥയാണ് നിർഗുണം. വേദാന്ത ശാസ്ത്രങ്ങൾ അറിയാനുള്ള ശ്രദ്ധ സത്വഗുണമായും വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ള ശ്രദ്ധ രാജസമായും അധർമ്മത്തിലുള്ള ശ്രദ്ധ താമസമായും കണക്കാക്കുന്നു. ഭഗവത് സേവയിൽ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധ നിർഗുണ ഉപാസനയാണ്. ആ പരബ്രഹ്മത്തെ ഭജിക്കുന്നതാണ് നിർഗുണ ഉപാസകൻ ചെയ്യേണ്ടത്. ഞാൻ ആ നിർഗുണ ഉപാസനയെ സിദ്ധനായിക്കൊള്ളാം എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരി ഇവിടെ പറയുന്നത്. പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മക്ഷുസിദ്ധോ ഭവേയം. ഭഗവാനെ, അവിടുത്തെ ഭക്തന്മാർ അങ്ങയിൽ തന്നെ പൂർണ്ണമായും മനസ്സർപ്പിച്ച് തങ്ങളുടെ വിചാരം, പ്രവൃത്തി എന്നിവ ഭഗവതാർപ്പണമായി ചെയ്യുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ വസിക്കുന്ന ദേശം പുണ്യദേശമായി കണക്കാക്കുന്നു. ഞാൻ ഈ ദേശങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, കള്ളനിലും ബ്രാഹ്മണരിലും സകല ചരാചരങ്ങളിലും മൃഗങ്ങളിലും എല്ലാം സമഭാവനയോടെ ഭഗവാനെ കാണാൻ സാധിക്കണം. അതാണ് ഒരു ഉത്തമ ഭക്തൻ്റെ ലക്ഷ്യം. ഭക്തിയുടെ ഉന്നതാവസ്ഥ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ അവസ്ഥയിൽ എത്താൻ ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇവിടെ പറയണം. അങ്ങനെ സകല ചരാചരങ്ങളിലും ഭാവഭേദമില്ലാതെ ഭഗവാനെ കാണാൻ, ഭഗവാനെ ഉപാസന ചെയ്യാൻ സാധിക്കണം. അങ്ങനെ എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിച്ചാൽ തന്നിലും മറ്റുള്ളവരിലും വിളങ്ങുന്ന ശക്തി ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ, ഈ വിശിഷ്ടമായ ഭക്തിമാർഗത്തെ എനിക്ക് എല്ലാ നിലയ്ക്കും തന്നരുളുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഭാഗവത ഉപാസന തുടങ്ങിയാൽ പിന്നെ നിർത്താൻ സാധിക്കില്ല. മനസ്സിന് സന്തോഷവും സമാധാനവും ഉൾക്കൊള്ളുന്ന ഈ ഭക്തിമാർഗം നമുക്ക് പ്രാപ്തമാവണമേ എന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. മേൽപ്പറഞ്ഞ ഭക്തിയോഗം ദൃഢമാക്കാൻ ഏറ്റവും വേണ്ടത് ഓരോരുത്തർക്കും ആരോഗ്യം, ആയുസ് എന്നിവയാണ്. ആരോഗ്യം, ആയുസ് എന്നിവ കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാന്റെ പാദപങ്കജത്തെ ആശ്രയിക്കുക തന്നെയാണ്. ആരോഗ്യമില്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുവാൻ സാധിക്കില്ല. അതുപോലെ ആയുസ്സും വേണം. അതായത് ആരോഗ്യമുണ്ടാവാൻ ഭഗവത് ഉപാസന വേണം. ഭഗവത് ഉപാസന വേണമെങ്കിൽ ആരോഗ്യം വേണം.
ഇവിടെ ലക്ഷ്യവും മാർഗവും ഒന്നാണ്. അതായത് ഭഗവാനെ ഭജിക്കുവാൻ നമുക്ക് നല്ല മനസ്സ്, ആരോഗ്യം എന്നിവ വേണ്ടതാണ്. ഇതെങ്ങനെയെന്നാൽ, ഒരു കരയുന്ന കുട്ടിക്ക് അതിൻ്റെ വിശപ്പ് മാറ്റാൻ പാൽ കൊടുക്കണം. എന്നാൽ ആ പാൽ കുട്ടിക്ക് ദഹനക്കേടുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ പാൽ കുടിക്കാഞ്ഞാൽ അതിൻ്റെ വിശപ്പ് മാറുകയുമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറേശ്ശെയായി പാല് കൊടുത്തുകൊണ്ടേയിരിക്കുക. ക്രമേണ ആ ദഹനക്കേട് എന്ന അവസ്ഥ തീരെ ഇല്ലാതെയായി മാറും. അതുപോലെ തന്നെയാണ് ഭക്തിയുടെ കാര്യത്തിലും. നമ്മൾ ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. കുറേ കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യവും ആയുസ്സുമൊക്കെ താനേ വന്നു ചേരും. ഭഗവാനെ ഉപാസിച്ച് ആയുസ് നേടിയ മാർക്കണ്ഡേയനെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. മൃഗണ്ടു മഹർഷിക്ക് പുത്രപ്രാപ്തിക്ക് വേണ്ടി കുറേ കാൽ ഭജനം ചെയ്തു. മഹാദേവനെയാണ് തപസ് ചെയ്തത്. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ആയുസ് കുറഞ്ഞ സൽപുത്രനെ വേണോ അതോ ആയുസ് കൂടിയ അല്പബുദ്ധിയായ പുത്രനെ വേണോ എന്ന് ചോദിച്ചു. മൃഗണ്ടു പറഞ്ഞു, അല്പായുസ്സായ സൽപുത്രനെ തന്നാലും. ഇവിടെ പുത്രന് 12 വയസ്സെന്നും 16 വയസ്സെന്നും പറയപ്പെടുന്നു. എന്തായാലും ആയുസ് കുറഞ്ഞ പുത്രൻ സൽപുത്രനായാലും അത് മതി എന്ന ഭാവത്തിൽ മൃഗണ്ടുമുനി ഭഗവാനോട് അപേക്ഷിച്ചു. അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടായ പുത്രനാണ് മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ തൻ്റെ ആയുസ് അടുത്തെത്താറാവുമ്പോൾ അമ്മയിൽ നിന്ന് കാര്യം മനസ്സിലാക്കി തനിക്കിനി കുറച്ചു നാളെ ആയുസ്സുള്ളൂ എന്ന്. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് മാർക്കണ്ഡേയൻ സാക്ഷാൽ പരമേശ്വരനെ തപസ്സു ചെയ്തു. തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് മാർക്കണ്ഡേയന് ചിരായുസ് നൽകി. ഇങ്ങനെ ചിരഞ്ജീവിയായ മാർക്കണ്ഡേയൻ ഭഗവാനെ ധ്യാനിച്ച് മറ്റെല്ലാം മറന്ന് ഇനി തനിക്കൊന്നും വേണ്ട, ഭഗവാൻ മാത്രം മതി എന്ന് ഉറച്ചു നിശ്ചയിച്ച് 6 മന്വന്തരക്കാലങ്ങൾ തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത്. മാർക്കണ്ഡേയശ്ചിരായുസ്സ ഖലു പുനരഭി ത്വത്പര പുഷ്പഭദ്രാതീരേ. ഇങ്ങനെ മാർക്കണ്ഡേയൻ പുഷ്പഭദ്രാ നദിക്കരയിൽ 6 മന്വന്തരങ്ങളാണ് തപസ് ചെയ്തത്. 7ാമത്തെ മന്വന്തരത്തിൽ ഈ തപസ്സു കണ്ട ദേവേന്ദ്രൻ തൻ്റെ ഇന്ദ്രപദവി നഷ്ടപ്പെടുമോ എന്ന് കരുതി ദേവസുന്ദരികളെയും കാമദേവനെയുമൊക്കെ തപസ് മുടക്കാൻ പറഞ്ഞു വിട്ടു. എന്നാൽ അവർ എത്ര ശ്രമിച്ചിട്ടും തപസ്സിന് വിഘ്നം ഉണ്ടാക്കാൻ പറ്റിയില്ല. മാത്രമല്ല തപശക്തിയുടെ ചൂടിൽ അവർ വാടിപ്പോയി. യോഗോഷ്മപ്ലുഷ്യമാണേർന്നത്തു പുനരശകത്വജ്ജനം നിർജ്ജയേൽ. ഇങ്ങനെ ദേവേന്ദ്രൻ വളരെ ഭയപ്പെട്ടു. ദേവേന്ദ്രൻ്റെ സംഘത്തിന് മാർക്കണ്ഡേയനെ കീഴടക്കാൻ പറ്റിയില്ല. ഭഗവാനെ തന്നെ ഭജിച്ചിരിക്കുന്ന ഒരാളെ ആർക്കെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ? ഈ സമയത്താണ് സാക്ഷാൽ നരനാരായണ മഹർഷിമാർ മാർക്കണ്ഡേയനെ കാണാൻ ചെന്നു. മാർക്കണ്ഡേയൻ അവരെ നമസ്കരിച്ചു, വേണ്ട രീതിയിൽ പൂജിച്ചു, സൽക്കരിച്ചു. എന്തു വരമാണ് വേണ്ടതെന്ന് നരനാരായണന്മാർ ചോദിച്ചു. മാർക്കണ്ഡേയൻ പറഞ്ഞു, എനിക്കൊരു വരവും വേണ്ട, അങ്ങയെ കണ്ടത് തന്നെ വളരെ വരം കിട്ടിയ മാതിരിയായി എന്ന് പറഞ്ഞു. പിന്നെയും നരനാരായണന്മാർ പറഞ്ഞപ്പോൾ മാർക്കണ്ഡേയൻ പറഞ്ഞു,
എല്ലാവരും മായ മായ എന്ന് പറയുന്നുണ്ടല്ലോ. ആ മായയിൽ ആണ് എല്ലാവരുടെയും ജീവിതം തളയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്നും കേൾക്കുന്നു. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി തന്നാൽ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. നരനാരായണന്മാർ അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിച്ച് മറഞ്ഞു. നരനാരായണ മഹർഷിമാർ ബദരി ആശ്രമത്തിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശം ഉരുണ്ടുകൂടി അതിശക്തിയായി മഴ പെയ്തു. പേമാരി, ഇടിമിന്നൽ തുടങ്ങിയവയാൽ പ്രകൃതി ക്ഷോഭിച്ചു. മാർക്കണ്ഡേയ മുനിയുടെ ആശ്രമം ഇരുന്നിരുന്ന പുഷ്പഭദ്രാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു വന്നു. ക്രമേണ നദീ തീരത്തെ ആശ്രമം വെള്ളത്തിനടിയിലായി. സപ്തസമുദ്രങ്ങളിലും ഒന്നായി എല്ലാ ലോകവും പ്രളയത്തിൽ മുങ്ങി. ഭൂമി മുഴുവൻ മുങ്ങി. മറ്റു ലോകങ്ങളും പ്രളയജലത്തിലാണ്ടു. മാർക്കണ്ഡേയൻ ആ പ്രളയജലത്തിൽ നീന്തി നടന്നു. അനേക കാലങ്ങളോളം അദ്ദേഹം ആ പ്രളയജലത്തിൽ നീന്തി നടന്നു എന്നാണ് പറയുന്നത്. പ്രളയജലത്തിലെ ജലജന്തുക്കൾ മാർക്കണ്ഡേയനെ ആഹരിച്ചതായും ചില സമയത്ത് മാർക്കണ്ഡേയൻ ജലജന്തുക്കളെ ആഹരിച്ചതായും അദ്ദേഹത്തിന് തോന്നി. കുടുംബത്തോടൊപ്പം ജീവിച്ചു, മരണപ്പെട്ടു, വീണ്ടും ജീവിച്ചു. ഇങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങളാണ് ഈ പ്രളയജലത്തിൽ അദ്ദേഹം നീന്തി തുടിച്ചത്. സപ്താർണോരോഷിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടി. കോടി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക കാലങ്ങൾ അദ്ദേഹം അങ്ങനെ നീന്തി നടന്നു. അങ്ങനെ നീന്തി നടക്കുന്ന സമയത്ത് ജലത്തിൽ ഉയർന്നൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആൽവൃക്ഷം, അവിടെ ഒരു പ്രകാശം കാണുകയുണ്ടായി. മാർക്കണ്ഡേയൻ ആ സ്ഥലത്തേക്ക് നീന്തിച്ചെന്നു. അവിടെ ആ വടവൃക്ഷത്തിൻ്റെ ഇലയിൽ അതിതേജസ്വിയായ ഒരു കോമള ബാലനെ കണ്ടു. ആ ബാലൻ തൻ്റെ കാൽവിരൽ കുടിച്ചുകൊണ്ട് ആലിലയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് വില്വമംഗലം സ്വാമിയാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ബാലമുകുന്ദനായ ഭഗവാനെയാണ് മുനി അങ്ങ് കണ്ടത്. മാർക്കണ്ഡേയൻ ആലിനക്കണ്ണനെ കണ്ടതോടുകൂടി ആകെ കോരിത്തരിച്ചു. ഈ പ്രളയജലത്തിൽ ഈ ഉണ്ണി എങ്ങനെ വന്നു? മറ്റാരെയും കാണാനില്ല. ആകെ ഉള്ളത് താനും ഈ ആലിലയിൽ കിടക്കുന്ന ഉണ്ണിയുമാണ്. ഇതെന്താണ് ഇതിൻ്റെ രഹസ്യമെന്നറിയാൻ മാർക്കണ്ഡേയൻ അവിടേക്ക് നീന്തിച്ചെന്നു. ആ ഉണ്ണിയുടെ ശ്വാസവായുവിനോടുകൂടി മാർക്കണ്ഡേയൻ ഉണ്ണിയുടെ ഉള്ളിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും പ്രളയത്തിന് മുമ്പുള്ള പോലെ ലോകമായ ലോകമെല്ലാം മുഴുവനായും അതിനുള്ളിൽ കണ്ടു. ഭൂമി, ഹിമാലയം, പുഷ്പഭദ്രാ നദി, തൻ്റെ ആശ്രമം എല്ലാം കണ്ടു. പക്ഷേ താനവിടെ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഉച്ഛ്വാസവായുവിലൂടെ പുറത്തു വന്നു. വീണ്ടും അടുത്ത ശ്വാസത്തിന് ഉള്ളിലേക്ക് പോയി. ഈ ഉണ്ണിയുടെ ഉള്ളിൽ ലോകം, പുറത്തും ലോകം. ഇങ്ങനെ കുറേ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു.
ആ ഉണ്ണി മാർക്കണ്ഡേയനെ നോക്കി പുഞ്ചിരി തൂകി. ആ ഉണ്ണിയെ ഒന്ന് തൊടണം, ഒന്ന് ആലിംഗനം ചെയ്യണം എന്ന് വിചാരിച്ച് മാർക്കണ്ഡേയ മുനി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ആ ബാലരൂപം മറഞ്ഞു. അതുപോലെ പ്രളയവും ആൽമരവും എല്ലാം മറഞ്ഞുപോയി. എല്ലാം പഴയതുപോലെയായി. പിന്നെ നോക്കുമ്പോൾ മാർക്കണ്ഡേയ മഹർഷി പഴയ പോലെ തൻ്റെ ആശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണപ്പെട്ടു. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് മായ അനുഭവിച്ചറിഞ്ഞ മാർക്കണ്ഡേയൻ അലിലയിശയിക്കുന്ന ബാലകനെ നേത്രാരവിന്ദങ്ങളിൽ കൂടി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. അദ്ദേഹം കുറേ കാലം ഈ രൂപത്തെ തന്നെ തപസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടൊരിക്കൽ പാർവതി പരമേശ്വരനും ഭൂതഗണങ്ങളോടും കൂടി മാർക്കണ്ഡേയൻ ധ്യാനിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തെത്തി. എന്നാൽ ആ ആലിലക്കണ്ണനെ തന്നെ ധ്യാനിച്ചിരുന്ന മാർക്കണ്ഡേയൻ സാക്ഷാൽ പരമശിവൻ വന്നതറിഞ്ഞില്ല. മഹാദേവൻ മഹർഷിയുടെ ഉള്ളിൽ വിളങ്ങി. പെട്ടെന്ന് തന്നെ മാർക്കണ്ഡേയ മുനി ഇപ്രകാരം ചിന്തിച്ചു: ഈ രൂപം ഞാൻ ധ്യാനിച്ചില്ലല്ലോ, എൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ രൂപം വന്നു? ഞാൻ ഇത്രയും നേരം ധ്യാനിച്ചിരുന്നത് എൻ്റെ ഉണ്ണിയെയായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് കണ്ണു തുറന്നു നോക്കി. അപ്പോൾ മുന്നിലതാ പാർവതി പരമേശ്വരന്മാർ നിൽക്കുന്നു. എല്ലാം മറന്ന മാർക്കണ്ഡേയൻ പരമേശ്വരനെ സ്തുതിച്ചു, താണു വണങ്ങി. പരമേശ്വരൻ ഇഷ്ടവരം ചോദിച്ചു. പണ്ട് നരനാരായണന്മാരോട് പറഞ്ഞ പോലെ തന്നെ മാർക്കണ്ഡേയൻ പറഞ്ഞു: എനിക്കിതിലും വലിയൊരു വരം ഇനി എന്താണ് കിട്ടാനുള്ളത്? അങ്ങയെ തന്നെ നേരിൽ കണ്ടില്ലേ, എന്നാലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഒരു വരം എനിക്ക് തരണം. അങ്ങയിലും ശ്രീഹരിയിലും ഭഗവാന്റെ ഭക്തന്മാരിലും ഭഗവാന്റെ വിശ്വസ്തന്മാരിലും എനിക്ക് ഒരിക്കലും ഇളക്കം തട്ടാത്ത ഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് മാർക്കണ്ഡേയൻ വരം ആവശ്യപ്പെട്ടത്. മഹാദേവൻ എല്ലാ അനുഗ്രഹവും കൊടുത്ത് പുരാണാചാര്യൻ എന്ന ഒരു പദവി കൂടി കൊടുത്തിട്ടാണ് അവിടുന്ന് പോയത്. നാരായണനെ തന്നെ സദാ ആശ്രയിച്ചിടുകിൽ സകല മൂർത്തികളും നമ്മളെ അനുഗ്രഹിക്കും എന്നുകൂടി കാണിച്ചു തരുന്നു ഇവിടെ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ആസ്ഥാനങ്ങളിൽ ക്രമത്തിൽ മേലെയായാണ് വൈകുണ്ഠത്തിൻ്റെ സ്ഥാനം. മായാബാധകളൊന്നുമില്ലാത്ത വൈകുണ്ഠലോകം ആ വൈകുണ്ഠലോകത്തിൽ വിരാജിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണൻ, ശുദ്ധ സത്യസ്വരൂപനായ ഭഗവാനെ, എല്ലാവരും വിളങ്ങുന്ന അങ്ങ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം ഭട്ടതിരിപ്പാട് ഇവിടെ സമർപ്പിക്കുന്നത്. സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപദേ പാഹി മാം സർവരോഗാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.